കണ്ണൂർ പഴയങ്ങാടിയിൽ കുട്ടിക്കലാശത്തിനിടെ സംഘർഷം. UDF പ്രവർത്തകരെ CPM മർദ്ദിച്ചു എന്നാണ് പരാതി. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളാണ്. ഫെലിക്സ്, എവിടെ വെച്ചാണ് വലിയ തോതിൽ സംഘർഷമുണ്ടായോ? പോലീസ് ഇടപെട്ടോ? ദിവിഷ്, ഇന്ന് കൊട്ടിക്കലാശത്തിനിടെയാണ് പഴയങ്ങാടി ടൗണിൽ വെച്ച് ഈ സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷത്തിൽ ഒരു പോലീസുകാരനും UDF സ്ഥാനാർത്ഥിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഈ കൊട്ടിക്കലാശം അത് ഈ പഴയങ്ങാടി ടൗണിലേക്ക് എത്തിയ സമയത്ത് രണ്ടിടങ്ങളിലായാണ് ഇരു മുന്നണികൾക്കും കൊട്ടിക്കലാശത്തിന് സ്ഥലം നൽകിയത്. പിന്നീട് ഈ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളി ഉണ്ടായി. അങ്ങനെ റോഡിൽ നിലയുറപ്പിച്ചായിരുന്നു മുദ്രാവാക്യം വിളികൾ. പിന്നീട് ഇത് പ്രവർത്തകർ അടുത്തേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ കൊടി കെട്ടിയ പ്ലാസ്റ്റിക് പൈപ്പ് അടക്കം വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെയാണ് സംഘർഷം മുന്നോട്ട് പോയത്. ഇതിനിടയിൽ വാഹനത്തിൽ കയറി ഈ ശബരിമല വിഷയം ഉന്നയിച്ച ഒരു പോസ്റ്റർ UDF പ്രവർത്തകർ മുമ്പിലേക്ക് വെച്ചു. പിന്നീടാണ് ഇത് ചോദ്യം ചെയ്ത് LDF പ്രവർത്തകർ ഈ വാഹനത്തിനുള്ളിലേക്ക് കയറുകയും അവിടെ UDF പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനമുണ്ടായി. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് സംഭവം സമയത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇരു വിഭാഗത്തു നിന്നും കിട്ടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിലൊരു കല്ലെടുത്ത് എറിയുന്നതിനിടയിലാണ് പോലീസുകാരുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഒപ്പം തന്നെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മാടായി ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഒപ്പം KSU പ്രവർത്തകനുമായ CH മുബാസിനും പരിക്കേറ്റു. ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു.